എംഎസ് ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൈപ്പത്തിരിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണിത്. ഇതിൻ്റെ ഈ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് കറിയുടെ കൂടെയും അതുപോലെ വൈകിട്ടത്തെ ചായയുടെ കൂടെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 3 ചെറിയുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. 1/2 കപ്പ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയും 1/2 കപ്പ് റാഗിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടയ്ക്ക് കൈയൊന്ന് നനച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. മാവിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉരുളയാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. കട്ടി കുറച്ച് പരത്തരുത്, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നമുക്ക് മൊരിയിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറമേ പെട്ടെന്ന് മൊരിഞ്ഞ് അകം വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പത്തിരി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണിത്. റാഗിപ്പൊടി ചേർക്കാതെ അരിപ്പൊടി മാത്രം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. കരിഞ്ജീരകവും ഉള്ളിയുമൊക്കെ ചേർന്നുള്ള ഒരു പ്രത്യേക ഫ്ലേവറാണിതിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.